പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഷേക്കാന ടി വിയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പെന്തക്കോസ്ത ദിനം വരികയാണ്. മെയ് മാസം 24-ാം തീയതിയാണ് പെന്തക്കോസ്ത നമ്മൾ ആചരിക്കുന്നത്. എല്ലാവരും തന്നെ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകാം, തകർച്ചകളുണ്ടാകാം, രോഗാവസ്ഥകളുണ്ടാകാം. എന്നെ കേൾക്കുന്ന പലരും അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ചിലപ്പോൾ വളരെ ഡിപ്രഷനിലായിരിക്കാം, സൂയിസൈഡൽ ടെൻഡൻസിയിലായിരിക്കാം, കടം വന്നു കയറി ഒരു നിവൃത്തിയില്ലാതെ നിക്കക്കള്ളിയില്ലാതെ നിൽക്കുമായിരിക്കാം. ഇനി എന്ത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പല അവസരത്തിലൂടെയും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു കാര്യം അറിയണം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകി പോയിട്ടുമില്ല. എല്ലാത്തിനും ഒരു ആൻസർ ഉണ്ട്. ആ ആൻസറിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇത് പരിശുദ്ധ അമ്മയോട് മാലാഹ വന്ന് പറയുകയാണ്, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവപുത്രനായിരിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മ വളരെ ചെറുപ്പമാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല. വളരെ ബുദ്ധിപൂർവം പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, ഒരു സാധ്യതയുമില്ല, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഒരു സാധ്യതയുമില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ ഒരു മറുപടി പറയുന്നുണ്ട്. അതിതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാനിരിക്കുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെ ജീവിതത്തിലും പല ക്വസ്റ്റ്യൻസാ. ഇതെങ്ങനെ സംഭവിക്കും? ഇത് ഒരു സാധ്യതയുമില്ല, മനുഷ്യന് ഇത് അസാധ്യമാണ്, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെയുള്ളവരുടെ എല്ലാം അടുക്കിലേക്ക് ഈ വചനം ഈ നിമിഷം കടന്നു വരികയാണ്. ആ ദൂതൻ നമ്മളോട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം ഇത് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മളുടെ ഇടയിലേക്ക് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. നമ്മൾ ആ അവസ്ഥയിലല്ല ഇരിക്കുന്നത്, നമ്മൾ ശക്തിപ്പെടും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് കിട്ടിയപ്പോൾ ലൂക്ക 3-ാം അധ്യായം 22-ാം തിരുവചനം പറയുന്നു, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. അതായത് സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വെള്ളത്തിന്റെ സ്നാനം കൊടുക്കുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മുകളിലേക്ക് ഇറങ്ങി വരികയാണ്. അതിനുശേഷം നമുക്ക് കാണാം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോ പോയി ദൈവരാജ്യ ശുശ്രൂഷ വളരെ ചുറുചുറുക്കോടെ ചെയ്തു തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ മേൽ ഓരോരുത്തരുടെ മേലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ശക്തി പ്രാപിക്കും. നമ്മൾ പിന്നെ പഴയ അവസ്ഥയിലല്ല, നമ്മൾ ശക്തരാകും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം നമ്മളോട് സംസാരിക്കുന്നു, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോ പോകുന്നതിന് മുമ്പ്, ഈശോ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സ്ലീഹന്മാരുടെ കൂടിയായിരുന്നു. പോകുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി മറ്റൊരു സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവിൻ. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആ സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും എന്നാണ് വചനം പറയുന്നത്. നമ്മൾ ഇത് വിശ്വസിക്കണം. നമ്മളിത് എങ്ങനെ വിശ്വസിക്കുന്നു? നമ്മൾക്ക് ഹ്യൂമൻ ബ്രെയിൻ കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും ഡൈജസ്റ്റ് ആവുന്ന ഒരു സബ്ജക്റ്റേ അല്ല. പക്ഷെ നമ്മൾ ആര് വിശ്വസിക്കുന്നോ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത്. നമുക്ക് ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന് വേണ്ടി ആഴമായി ദാഹിച്ച് പ്രാർത്ഥിക്കണം. അത് വചനം പറയുന്ന ദൈവം
അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. അതിനൊരു അളവുകോലൊന്നുമില്ല. കർത്താവ് ഇങ്ങനെ സമൃദ്ധമായി നൽകുന്നവനാണ്. ദൈവം ഇങ്ങനെ ജീവൻ സമൃദ്ധമായി നൽകും, ആത്മാവിനെ അളവില്ലാതെ നൽകും. ദൈവത്തിന് ഒരു മടിയില്ല. നമ്മ മനുഷ്യർക്കാണ് എല്ലാത്തിലും ഒരു ലിമിറ്റേഷൻ. പക്ഷെ ദൈവം സകലതും സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ ആത്മാവിന് ഒന്നിനും ലിമിറ്റേഷൻ ഇല്ല. ഈ പരിശുദ്ധാത്മാവാണ് വചനമായ യേശുക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജനിപ്പിക്കുന്നത്. ഇതേ പരിശുദ്ധാത്മാവാണ് ചരിത്രത്തെ നയിക്കുന്നത്. പഴയ നിയമ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം 31:1-3 കർത്താവ് മോശയോട് അരുളി ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയയുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ബസാലേലിൽ നിറയ്ക്കുകയാണ്. എന്തിനു വേണ്ടി? സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. നോക്ക്, ഈ പരിശുദ്ധാത്മാവ് അത്ഭുത പ്രവർത്തന വരം മാത്രമാണോ കൊടുക്കുന്നത്? രോഗശാന്തി വരം മാത്രം വേണ്ടിയാണോ? അല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഈ ബസാലേലിന് അവനിൽ ദൈവിക ചൈതന്യം, പരിശുദ്ധാത്മാവിനെ നിറച്ചു കഴിഞ്ഞപ്പോൾ അവന് എന്തൊക്കെയാ ലഭിച്ചത്? സാമർഥ്യം, ബുദ്ധിശക്തി, വിജ്ഞാനം, എല്ലാത്തരം ശില്പവേലകളിലുമുള്ള പ്രാവീണ്യം. പ്രൈസ് ദി ലോർഡ്. നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ഒരാളെ കൂട്ടുപിടിച്ചാൽ മതി, പരിശുദ്ധാത്മാവിനെ. നിങ്ങൾക്ക് എന്ത് തടസ്സമുണ്ടോ, ഏത് തരത്തിലുള്ള തടസ്സമാണോ ഇപ്പോൾ നേരിടുന്നത്, നിങ്ങൾക്കൊന്നു മാത്രം മതി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പൊ നമ്മൾ എത്ര തീഷ്ണമായി ഈ ആത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞിന് ഒരു വലിയ അസുഖമാണെങ്കിൽ നമ്മൾ എത്ര പൈസ വേണമെങ്കിലും മുടക്കി, എത്ര സമയം വേണമെങ്കിലും മുടക്കി അതിന്റെ പുറകെ പോകാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്കൊരു വലിയ നിധി ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥലം പോലും മേടിക്കാൻ നമ്മൾ റെഡിയാണ്. അങ്ങനെയെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന സർവശക്തിയുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരണമെന്ന് എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചുകൂടാ? ആ ആത്മാവിന് വേണ്ടി ദിവസം ഈ 40 ദിവസം ആഗ്രഹിച്ച് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൂടാ? ഏശയ്യായുടെ പുസ്തകം 11:2 പറയുന്നു, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. എന്താണ് ഈ പരിശുദ്ധാത്മാവ്? കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ആരാ? ജ്ഞാനത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്, ഉപദേശത്തിന്റെ ആത്മാവാണ്, അറിവിന്റെ ആത്മാവാണ്, ദൈവഭക്തിയുടെ ആത്മാവാണ്. ഈ ആത്മാവ് മതി നമുക്ക് എല്ലാത്തിനും. വേറെ ഒന്നിനെ പറ്റിയും നമ്മൾ വറീഡാകണ്ട. പുറപ്പാട് 14:14 ഇങ്ങനെ പറയാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇത് ഏത് കോണ്ടസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ, ഫറവോയുടെ സൈന്യം ഈ ഇസ്രായേൽ ജനത്തെ പിന്തുടരുകയാണ്. അതായത് ഫറവോ ഇവരെ വിട്ടയച്ചു. അതിനുശേഷം മോശ ഇസ്രായേൽ ജനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫറവോയുടെ ഹൃദയം പിന്നെയും കഠിനമായി. ഫറവോ സൈന്യവുമായി ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന പോക്കിൽ ഇസ്രായേൽ ജനം നോക്കുമ്പോൾ മുന്നിൽ ചെങ്കടൽ, പുറകിൽ ഫറവോയുടെ സൈന്യം. അപ്പോൾ അവർ നിലവിളിച്ചു. അവർ മോശയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, എന്തിനാണ് പിന്നെയും ഞങ്ങളെ കൊല്ലാൻ, ഈ നടുക്കടലിട്ട് കൊല്ലാൻ നീ എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നിരുന്ന് ചോദിക്കുമ്പോൾ മോശ പറഞ്ഞ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞിരുന്ന മോശ അവരോട് പറയുകയാണ്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഇത് പലർക്ക് വേണ്ടിയുമുള്ള ആൻസർ ആണെന്ന്. നമ്മൾ ചില കാര്യങ്ങൾ, തടസ്സങ്ങളിലേക്ക്, ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും, നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും നമ്മൾക്ക് മുന്നേറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നോക്കി ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, നീ ശാന്തനായിരുന്നാ മതി. നീ യുദ്ധം ചെയ്ത് മടുത്തോ, നീ പഠിച്ചു മടുത്തോ, നീ കരഞ്ഞു മടുത്തോ, നീ പ്രാർത്ഥിച്ചു മടുത്തോ, നിന്റെ ശക്തി കെട്ടുപോയോ എങ്കിൽ നീ റെസ്റ്റ് എടുക്ക്. ഞാൻ നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളാം, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം. എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം, ഒരുപാട് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ഒരനുഭവം, ഈ ഒരു ബൈബിൾ വചനവുമായിട്ട് ഒരു അടുപ്പമുള്ളതുകൊണ്ട് പറയുകയാണ്. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നു. അപ്പം അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടായിരുന്നു, അതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് മരുന്ന് കഴിച്ചാലും എനിക്ക് ഓവുലേഷൻ ഉണ്ടാകില്ല. കറക്റ്റ് സമയം എന്തെങ്കിലും തടസ്സം വരാൻ തുടങ്ങി.
അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സ്വാഭാവികതയല്ല, എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡൊമിനിക് അച്ഛൻ്റെ ഒരു ധ്യാനത്തിന് പോയി. അവിടുന്ന് ഒരു മെസ്സേജൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, ഞങ്ങൾ കാനഡയിൽ വന്നു. എനിക്ക് വളരെ ദുഃഖമായിരുന്നു. ഞാൻ എൻ്റെ ജോലിയൊക്കെ ഞാൻ രാജിവെച്ചു. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 40 ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് വചനം വായിക്കാൻ തുടങ്ങി. ഞാൻ വചനം വായിച്ച് ഏകദേശം 30 ദിവസമൊക്കെ ആയി തോന്നുന്നു. അപ്പോഴത്തേനും ഈ വചനത്തിൻ്റെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. പുറപ്പാട് 14 ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രേരണ വന്നു. മോശ കൽപ്പിച്ചപ്പോൾ ആ ചെങ്കടൽ 2 പിളർന്ന് ഇസ്രായേൽ ജനം നയിച്ച പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ ആ പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്തുകൂടാന്ന്. ഞാൻ ആ വചനം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോയുടെ രൂപമുണ്ട്. അവിടെ പോയി നിന്ന് ഞാൻ ഇങ്ങനെ കണ്ണടച്ചു വിഷ്വലൈസ് ചെയ്തു. മോശ ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ എൻ്റെ മുമ്പിലുള്ള ഈ പ്രതിസന്ധിയുടെ ആ വലിയ മുന്നിലേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ നാമത്തില്, നസ്രായനായ യേശുവിന്റെ നാമത്തില് എൻ്റെ ജീവിതത്തിലെ ഈ തടസ്സം, ഓവുലേഷനുള്ള തടസ്സം മാറിപ്പോകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വേദന, ഒരു ചെറിയ വേദന എനിക്ക് ഉണ്ടാവുകയും ഏകദേശം ഒരു വൈകുന്നേരം വരെ ഈ വേദന ഉണ്ടായി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് സ്കാനിങ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഒരു മുമ്പ് ഒരിക്കലും എനിക്ക് വേദന വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾക്ക് സ്കാനിങ്ങിന് പോയി. അപ്പോൾ അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പം സ്കാൻ ചെയ്ത ലേഡി എന്നോട് പറഞ്ഞു, നിന്റെ റൈറ്റ് സൈഡിൽ നിന്നും ഒരു ഫോളിക്കിള് അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യപ്പെട്ടായിട്ട് കാണുന്നുണ്ട്. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് എൻ്റെ ആദ്യത്തെ കുഞ്ഞ്. അതിനുശേഷം ദൈവം എനിക്ക് 2ാമത്തെ കുഞ്ഞിനെ തന്നു. ദൈവം തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ പറ്റില്ല, ദൈവം അടച്ചാൽ ആർക്കും അത് തുറക്കാനും പറ്റത്തില്ല. ദൈവം അത് തുറന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആകുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ 3ാമത്തെ കുഞ്ഞിനെയും പ്രഗ്നന്റ് ആകുന്നു. അങ്ങനെ ദൈവത്തിന്റെ വലിയ ഈ ഒരു വചനത്തിന്റെ ശക്തി, ആ ആത്മാവിന്റെ ശക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. ഈ നിമിഷം കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഈ ഒരു ടോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഈ വചനം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വിശ്വസിക്കണം. ആ ശക്തി, ആ വടി നിങ്ങളുടെ കയ്യിലുണ്ട്. വചനമാകുന്ന വടിയെടുത്ത് ഇപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധിക്ക് മുമ്പേ നീട്ടി യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൽപ്പിക്കണം, യേശുവേ നന്ദി, ഹല്ലേലൂയ. റോമ 8:11 പറയുന്നു, യേശുവിനെ മരിച്ചവരിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരക്കും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഈശോവിനെ, വചനമായ ഈശോനെ മാതാവിലേക്ക്, ഉദരത്തിലേക്ക് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് മരിച്ച് 3-ാം നാൾ ആ ഒരു ശരീരം ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവ്. എല്ലാം ചെയ്തത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. 1 മക്കബായർ 3:19 ഇങ്ങനെ പറയുന്നു. ഇതിനകത്ത് യൂദാസ് മക്കബയൂസ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കാണും. ആ വ്യക്തി ഇസ്രായേൽ ജനത്തെ നയിച്ചു ആ യുദ്ധം ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ഇസ്രായേൽ ജനം അന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. ഇവർ നോക്കുമ്പോൾ ഒരു വലിയ സൈന്യം ഇവരുടെ നേരെ വരികയാണ്. ഇവരാകെ കയ്യിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനങ്ങൾ യൂദാസ് മക്കബയൂസ് പറയുകയാണ്, നമ്മൾ എങ്ങനെ യുദ്ധം ജയിക്കും? നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ രാവിലെ മുതൽ നമ്മൾ തളർന്നാണ് ഇരിക്കുന്നത്. പിന്നെ അവരുടെ വലിയ വലിപ്പമുള്ള സൈന്യം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരാളായിരുന്നു യൂദാസ് മക്കബയോസ്. ആ മക്കബയോസ് പറയാണ്, സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടത് നമ്മൾക്ക് എത്രമാത്രം ശക്തിയുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് എന്തുമാത്രം ഒരു ദിവസം ജോലി ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ എത്രമാത്രം നമ്മുടെ രോഗം തടഞ്ഞു വെക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ എന്തിന് ഒരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് ഇന്റൻഷനോടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷേ പരിധിയില്ലാത്ത ഒരാത്മാവുണ്ട്, പരിധിയില്ലാത്ത ഒരാളുണ്ട്, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തി. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, അതോ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നമ്മൾ ഈ ആത്മാവിനെ കൂട്ടുപിടിക്കുന്നത്? പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ സഹോദരങ്ങളെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടെന്നറിയാൻ. ഇതൊരു കെട്ടുകഥകളല്ല, ഇതെല്ലാം ചരിത്രത്തിന്റെ സംഭവങ്ങളാണ്, ഇതെല്ലാം സംഭവിച്ചതാണ്. പത്രോസ്ലീഹ
പത്രോസ് അവിടെ മുടന്തനായ ഒരു വ്യക്തിയെ കാണുകയാണ്. മുടന്തനായ വ്യക്തി അവിടെ പോയി ഇരിക്കുമ്പോൾ പത്രോസ് അവന് ഭിക്ഷ ആപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോട് പറയാ, എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല, സാമ്പത്തികമായി എൻ്റെ കയ്യിൽ നാണയങ്ങളൊന്നുമില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ദാനമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ഞാൻ അതുകൊണ്ട് യേശുക്രിസ്തു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഉടൻ തന്നെ മുടന്തൻ അവൻ രോഗസൗഖ്യം പ്രാപിച്ചു. ഏതാണ് എളുപ്പം? ഭിക്ഷ കൊടുക്കുന്നതാണോ അവനെ പൂർണ്ണതയിലേക്ക് പ്രാപിക്കുന്നതാണോ? ഇതാണ് ദൈവത്തിന്റെ സമ്മാനം. എന്താണ് യഥാർത്ഥ ധനം? നമ്മൾ സാധാരണ ധനത്തിന് വേണ്ടി 3-4 ജോലികൾ ചെയ്യുന്നു. നമ്മൾ നല്ല നിലം നോക്കി വാങ്ങിക്കുന്നു. നമ്മൾ ധനം കിട്ടാൻ വേണ്ടി രാവും പകലും 24 മണിക്കൂറും നമ്മൾ ഓടുന്നു. കടം വീട് നമ്മൾ എത്ര കൂട്ടിയാലും കൂടുന്നില്ല. പക്ഷേ വലിയൊരു ധനമുണ്ട്, യഥാർത്ഥ ഒരു ദാനം. ഒരു രോഗം മാറാൻ വേണ്ടി നമ്മൾ എവിടെയൊക്കെ കൊണ്ട് എത്ര ലക്ഷങ്ങൾ കൊടുക്കുന്നു. പക്ഷേ നമ്മൾ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിനെ നേടിയിട്ടുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി കൽപ്പിച്ചാൽ പരിപൂർണതയിലേക്ക് ദൈവം നമ്മളെ നയിക്കുകയില്ലേ? സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥമായ ദാനം പരിശുദ്ധാത്മാവാകുന്ന ദാനമാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ബോഡിയിലാണ് വസിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അല്ലേ? നമ്മൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലാണ് വസിക്കുന്നെന്നും നമ്മൾ അറിയുന്നില്ലേ? അപ്പൊ നമ്മൾ ചിലർക്കാരാണോ? അല്ല, നമ്മൾ ക്രിസ്തുവിലാരാണ്, ദൈവത്തിന്റെ മക്കളാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ വേണ്ടി കാത്തിരിക്കാൻ ഈശോ പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദാനമാണത്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയതുപോലെ അവസാന നാളുകളിൽ എല്ലാവരുടെ മേലും, 1-2 പേരുടെ അല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മാത്രമല്ല, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കും. എന്ത് വലിയ വാഗ്ദാനമാണത്! എല്ലാവരുടെ മേലും. ഇത് അകലെയുള്ളവർക്കും വിജാതിയർക്കും, ഇത് ദൈവത്തിന്റെ മക്കൾക്കും ഇസ്രായേൽക്കാർക്കും എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ട ആത്മാവാണ് ഈ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ! നോക്കിക്കേ, ഈ പരിശുദ്ധാത്മാവ് വേറൊരു ജാതിക്കാരനാണെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടാതിരിക്കോ? ഇല്ല. നമ്മള് വേറൊരു വ്യക്തിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഇല്ല. കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് കിട്ടാതിരിക്കില്ല. ആരൊക്കെ ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നുവോ അവർക്കെല്ലാവരുടെ മേലും ഈ ആത്മാവിനെ ദൈവം തരും. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. സ്ലീഹന്മാര് സെഹ്യോനൂട്ടുശാലയിൽ, അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണാം, സെഹ്യോനൂട്ടുശാലയിൽ അവർ ഈശോ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അവരതുപോലെ കാത്തിരുന്നു. അവരെല്ലാവരും മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, പരിശുദ്ധാമ്മയുടെ സ്ഥാനത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവര് കാത്തിരുന്നു. എന്താ ഈ പരിശുദ്ധാത്മാവ്? അവർക്കറിയില്ല. പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം കേട്ടു. വലിയൊരു ശക്തി എല്ലാവരുടെ മേലും, തീനാവുകളുടെ മേൽ വന്ന് ആവസിച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അതിനുശേഷം ആ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർക്ക് ശക്തി കിട്ടി. അതാണ് കിട്ടിയത്, ശക്തി. എന്താണ് ഇവർ? ധീരതയുടെ ആത്മാവ്, അറിവിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ആത്മസംലയനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്. ഈ ആത്മാവ് ഒന്നും അസാധ്യമല്ല. ഈ ആത്മാവിന് എല്ലാം സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവ്. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങൾ കൂടി ഞാൻ പറയാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. രണ്ടാമത്തെ കുട്ടി ഉണ്ടായ ഒരു 1.5-2 മാസം ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് പല്ലിന് വല്ലാതൊരു വേദന വന്നു. അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ എൻ്റെ അവസാനത്തെ പല്ല്, ആ പല്ല് നല്ലപോലെ കേടായി. അപ്പോൾ എനിക്ക് അസഹനീയമായ പേനയാണ്. ഞാനിങ്ങനെ കുറച്ച് സഫർ ചെയ്യും, ഒത്തിരി ചെയ്ത് അതിൻ്റെ മാക്സിമത്തിൽ എത്തുമ്പോഴേ ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു അൺകൺട്രോളബിൾ പെയിൻ ആയതുകൊണ്ട് അവർ മരപ്പിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ അവർ 6 മണിക്കൂറത്തേക്ക് മരച്ചിരിക്കും, അത് നാളെ വന്ന് പല്ലെടുക്കാമെന്ന് പറഞ്ഞു. മരപ്പിച്ച് വീട്ടിലെത്തിയിട്ട് ഒരു 1.5 മാസമുള്ള കുഞ്ഞുണ്ട്, 2 വയസ്സുള്ള വേറൊരു കുട്ടിയുണ്ട്. അപ്പം ഈ വേദനയും, അപ്പം എനിക്ക് വാ തുറക്കാൻ പറ്റുന്നില്ല. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മരപ്പൊക്കെ വിട്ടു, എൻ്റെ വാ തുറക്കുന്നില്ല, എൻ്റെ ജോ ലോക്കായി പോകുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഒരു സ്പൂണ് വേണമെങ്കിൽ, ഒരു കുഞ്ഞു സ്പൂണ് ഇടിച്ച് കയറ്റാനകത്തോട്ട് അത്രേ വാ തുറക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ സ്ട്രോയെ കൊണ്ട് ഇച്ചിരി ജ്യൂസ് കുടിക്കും, അല്ലെങ്കിൽ ഒരു യോഗട്ട്, അത്രയും കഴിക്കാൻ പറ്റുള്ളൂ.
പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ അടുത്ത് പോവാണ്. അപ്പോൾ ഡോക്ടർ പറയാണ് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് വലിച്ചു തുറന്ന് സെഡേഷനിലിട്ട് നിന്റെ വാ വലിച്ചു തുറക്കണം, എന്നിട്ട് ഇത് എടുത്തു കളയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ സർജനെ കണ്ടു, എനിക്ക് അനസ്തേഷ്യ തന്നു, സെഡേറ്റ് ചെയ്തിട്ട് എൻ്റെ വാ രണ്ടുപേരും കൂടി വലിച്ചു തുറന്നിട്ട് ഈ പല്ലെടുത്ത് കളയുകയാണ്. എന്നിട്ട് അവർ തിരിച്ചതുപോലെ അടച്ചു വെച്ചു, കാരണം എനിക്ക് നോർമലി ഇങ്ങനെ ഇതില്ല. എന്നിട്ട് അവർ ഒരു ആൻറ്റിബയോട്ടിക് തന്നു, നല്ല ഓക്സിക്കോഡോമോൾ, നല്ല ഹെവി ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് തന്നു. എനിക്ക് കൊച്ചിന് പാല് പോലും കൊടുക്കാൻ പറ്റില്ല അതിനുശേഷം. പക്ഷേ എത്ര വലിയ കൂടിയ പെയിൻ കില്ലർ കഴിച്ചാലും ഒരു 40% പെയിൻ റിലീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും സൗഖ്യത്തിന് വേണ്ടിയോ പെയിൻ റിലീഫ്, ഞാനോർത്ത് വിശുദ്ധരൊക്കെ എന്തോ സഹിച്ചതാ, എന്നാൽ പിന്നെ ഇതൊരു സഹനമാകട്ടെ എന്നോർത്ത് ഞാൻ മിണ്ടാതിരിക്കുകയാണ്, പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ ഒരാഴ്ച കടന്നുപോയി. ഞാനോർത്ത് ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുക ഇൻഫെക്ഷൻ കുറേ മാറും, വേദന മിണ്ടാതെ സഹിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസവുമില്ല, വാ തുറക്കത്തില്ല, വേദനയും. പിന്നെയും ഡോക്ടറെ ആ സർജൻ്റെ അടുത്ത് പോവാണ്. അപ്പം ഡോക്ടർ പറയാണ്, ഓ ഇത് വേറൊരു കണ്ടീഷൻ, ജോ ലോക്കായി പോയി, എന്നിട്ട് പുള്ളി വലിച്ചൊരു തുറക്കലങ്ങ് തുറന്നു. അപ്പം ഇങ്ങനെ തുറന്നു, പിന്നെ പുള്ളി അടച്ചു വെച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞു പെയിൻ കില്ലർ കഴിക്കുക, ചൂട് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ വലിച്ച് തുറന്ന് ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇങ്ങനെ പല പ്രാവശ്യം എക്സസൈസ് ചെയ്യുക, അങ്ങനെ 3-4 പ്രാവശ്യം മാക്സിമം തുറക്കുക അട്ടയ്ക്കുക, അങ്ങനെ എന്നിട്ട് പോകുന്നതിന് നമുക്ക് സർജറി ചെയ്യേണ്ടി വരുന്നു. അതുവരെ ഞാനിങ്ങനെ സഹനം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കളി മാറി. ഞാൻ വീട്ടിൽ വന്നു, എൻ്റെ പൊന്നെ എനിക്ക് ചിന്തിക്കാൻ പോലെ ഡോക്ടർ വാ തുറന്നപ്പോൾ ഉള്ള അസഹനീയമായ വേദന എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ഞാൻ പെയിൻ കില്ലർ എടുത്തു, ചൂട് പിടിച്ചു. പിന്നീട് ഞാൻ തന്നെ ഒന്ന് വലിച്ചു തുറക്കാൻ, എവിടെ വലിച്ചു പോയിട്ട് 1/2 ഇഞ്ച് എനിക്ക് തുറക്കാൻ വേദന കാരണം പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് ദൈവമേ, എൻ്റെ ഭർത്താവിനെ കൊണ്ട് വലിച്ചു തുറപ്പിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആലോചിച്ചു. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹൃദയം പൊട്ടി സഹോദരങ്ങളെ. പിന്നെയുള്ള ഓപ്ഷൻ സർജറിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴത്തേനും ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ ഉള്ള ആകപ്പാടെ ഒരു വിഷമം വന്ന് ഞാനിങ്ങനെ എൻ്റെ ഈശോയെ എന്നൊരു വിളിച്ചു. ഈശോയെ എനിക്ക് സർജറി വേണ്ട എന്ന് പറയാം, എനിക്ക് വാ തുറക്കുന്ന കാര്യം, ഇങ്ങനെ വലിച്ചു തുറക്കുന്ന കാര്യം എന്നെക്കൊണ്ട് പറ്റില്ല എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ ഒരൊറ്റ കരച്ചിലേക്ക് അമർന്ന് കിടന്ന്. പെട്ടെന്ന് ഒരു സെക്കൻഡിൽ എനിക്കൊരു ശക്തി എന്നിലേക്ക് വരുന്നതായിട്ട് തോന്നി. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ വായിലേക്ക് ഒരു ശക്തി വന്നു. ആ ശക്തി വേറൊരാൾ തുറപ്പിക്കുന്ന പോലെ എൻ്റെ വായി ഇങ്ങനെ തുറക്കാൻ തുടങ്ങി. എൻ്റെ തുറന്ന് ഏറ്റവും മാക്സിമത്തെ വാ തുറപ്പിക്കുകയാണ്, പിന്നെ അടപ്പിക്കും. ഒരു 3 പ്രാവശ്യം എന്നെ കൊണ്ട് ഈ ശക്തി വന്നിങ്ങനെ തുറപ്പിച്ചു. പിന്നെ അങ്ങ് റിലീസായി, ഇത് പോയി. പിന്നെ എൻ്റെ ബലൂണിൽ നിന്ന് കാറ്റടിച്ച് വിട്ട പോലെ ഞാൻ ഭയങ്കര സന്തോഷം. ഞാൻ താഴെ മമ്മിയൊക്കെ എൻ്റെ അമ്മയൊക്കെ എൻ്റെ അടുത്ത്, അമ്മ എൻ്റെ വാ തുറന്നമ്മ, വലിയ അത്ഭുതം പോലെ എൻ്റെ വാ തുറന്നമ്മ. എന്നെ സംബന്ധിച്ച് 1 മാസത്തോളമായിട്ട് ഞാൻ വാ തുറക്കാതിരിക്കുന്ന ആളാ. പരിശുദ്ധാത്മാവിനെ എവിടുന്നായി ശക്തി വന്നേ? ഞാൻ ഈശോട് പറയും ഈശോയെ എനിക്ക് സർജറി വേണ്ട, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റില്ല. ഞാൻ അതുവരെ പ്രാർത്ഥിച്ചിട്ടുള്ള സാഹചര്യങ്ങളെ പിടിച്ചു വെച്ച് സഹിച്ചിരുന്നോണ്ടിന് ഇത് പൊട്ടിപ്പോയി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇങ്ങ് വന്ന് വാ തുറക്കാണ്. അതുപോലെയല്ലേ സ്ലീഹന്മാര് തടവറയിൽ എത്ര പ്രാവശ്യം അത്ഭുതങ്ങൾ സംഭവിച്ചു. അവരിരുന്ന് പൗലോസും സീലാസും ചങ്ങലകൾ കൊണ്ട് അവർക്ക് വേണേൽ കിടന്നുറങ്ങായിരുന്നു, പേടിപ്പിട്ട് കരയായിരുന്നു. പക്ഷേ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ലേ തടവല കുലുക്കി അവരുടെ ചങ്ങലകൾ അഴിച്ചു വിട്ടത്. ഇതുപോലെ ചരിത്രത്തെ മുഴുവനും ഇന്നും നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് അകലെയല്ല, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് മാമോദിസയിലൂടെയും സ്ലൈഡ് ലേപനത്തിലൂടെയും കൂദാശകൾ വഴിയായിട്ടും ആ പരിശുദ്ധാത്മാവ് കൈവപ്പ് വഴിയായിട്ട് എല്ലാം ഈ പരിശുദ്ധാത്മാവ് ലഭിച്ചു. നമുക്ക് ഇനിയും വേണം. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി വേണം പരിശുദ്ധാത്മാവിൻ്റെ. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിയ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാതെ കിട്ടണം നമുക്ക്. അളവില്ലാതെ കിട്ടുന്നവർ നമുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കും. നമ്മൾ പലപ്പോഴും ശക്തി അറ്റുപോകും അല്ലേ? ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ശക്തി അറ്റുപോകും. അപ്പോൾ നമുക്ക് എന്താണ് വേണം? തിരുവചനം എന്താ പറയുന്നത്? നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഇപ്പൊ ആരെങ്കിലും എന്നെ കേൾക്കുന്നവര് ശക്തി അറ്റിരിപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രതിസന്ധിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നിരാശയുടെ പടുക്കുഴിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇമ്പോസിബിളായ ഏതെങ്കിലും മേഖലയെ നോക്കി ജീവിതം മരവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ഒരു രോഗം മാറാൻ എത്ര നാൾ നിങ്ങൾ മരുന്നെടുക്കും? എത്ര നാൾ കീമോതെറാപ്പി എടുക്കും? എത്ര നാള് കടബാധ്യമായിട്ട് ജോലി ചെയ്യും? ഈ നിമിഷം നിങ്ങൾക്ക് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് ഈ 40 ദിവസം കാത്തിരുന്നു കൂടാ? ആ ആത്മാവിന്റെ ശക്തി നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അതിലെ ഫലങ്ങളും ദാനങ്ങളും സ്നേഹം, ആനന്ദം, ക്ഷമ, നന്മ, വിശുദ്ധത, ആത്മസംനയനം.
ചിലവർക്ക് പാപാവസ്ഥകളിൽ നിന്ന് വിടുതൽ കിട്ടുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. പ്രകാശം ഉദിച്ചു കഴിയുമ്പോൾ അന്ധകാരം മാറിപ്പോയേ പറ്റുള്ളൂ. ആത്മാവ്, പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. അതിങ്ങെന്ന് കഴിഞ്ഞ് മുള്ളുകൾ മൂളിച്ചെടുത്ത് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാം കരിച്ചു കളയും, എല്ലാ പ്രതിസന്ധികളും മാറ്റും, എല്ലാ ദുരാത്മ. അതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവുള്ളവർ ശക്തമായിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാക്കളുള്ളവർ വിട്ടുപോകുന്നു. ആത്മാവിന്റെ ശക്തിയല്ലേ അത്. ഈ ദാനം നമുക്കും ലഭിക്കണ്ടേ? നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മളും ശക്തി പ്രാപിക്കണ്ടേ? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഈശോയുടെ കുരിശുമരണം വഴി നമ്മളെല്ലാവരും പുത്രനും പുത്രിമാരുമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇനി പരദേശിയല്ല, നമ്മൾ ഇനി പുറത്തു കടക്കപ്പെട്ടവരല്ല. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമാണ്. കാൽവരി കുരിശിൽ ഈശോ ചെയ്ത ആ ബലിയുടെ യോഗ്യതയാല് നമ്മൾ ദൈവത്തിന്റെ സ്വന്തം പുത്രനും പുത്രിയുമായിട്ട് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവിന്റെ ദാനം കർത്താവ് നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് തരുന്നത്. ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട, ഇതിന് നമ്മൾ ഒത്തിരി എഫേർട്ട് ഒന്നും കൊടുക്കണ്ട. ഇറ്റ് ഇസ് എ ഫ്രീ ഗിഫ്റ്റ്, ഇറ്റ്സ് എ ദാനം, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഇത് എല്ലാ മക്കൾക്കും ഉള്ള ദാനമാണ്. എല്ലാ മക്കൾക്കും, ദൈവത്തിന്റെ മക്കൾക്കുമുള്ള ദൈവത്തിന്റെ സമ്മാനമാണ് ഈ പരിശുദ്ധാത്മാവ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ ഈ നിമിഷം ആരാധിക്കുന്നു. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ ആത്മാവ് നെടുവീർപ്പുകളാൽ നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. പലപ്പോഴും നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട വിധം അറിയില്ല. സാരമില്ല, എങ്കിലും ഈ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ ഈ ആത്മാവ് നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. പിതാവേ, എന്നെ കേൾക്കുന്ന എല്ലാവരിലേക്കും അവിടുന്ന് നൽകുന്ന പുത്രനും പുത്രിക്കുമുള്ള അവകാശമായ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ ദാനം വരും ദിവസങ്ങളിൽ ഇവരുടെ മുറികളിൽ നൽകണമേ, ഇവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ, ഇവരുടെ പാതയിൽ വിളക്കായിട്ട് പ്രകാശമായിട്ട് കത്തിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.